നമസ്കാരം. ഭഗവാന്റെ അത്ഭുത ലീലകൾ ഭഗവത് ഭക്തരുടെ ജീവിതത്തിൽ നിത്യവും സംഭവിക്കുന്നതാകുന്നു. നിത്യവും ഭഗവാൻ നാം അറിഞ്ഞോ അറിയാതെയോ അത്ഭുതങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് വാസ്തവം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ലീല തിരിച്ചറിയുവാൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യമാകുന്നു. ഭഗവാൻ തന്നെ പ്രേമഭക്തിയിൽ സന്തുഷ്ടനായപ്പോൾ തന്റെ സുഹൃത്തായിരുന്ന സുധാമാവിന്റെ ദാരിദ്ര്യവും ദുഃഖവും എല്ലാം ഞൊടിയിടയിൽ മാറ്റിയ കഥ നാം ഏവർക്കും അറിയാം. ക്ഷണനേരം കൊണ്ട് കുചേലനെയും ഭഗവാൻ കുബേരൻ ആക്കുന്നതാണ്. അത്രമേൽ സ്നേഹവാത്സല്യമുള്ള ദേവനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഇന്നേ ദിവസം ഈ അത്ഭുത ലീലയെ നാം ഏവരും സ്മരിക്കുന്നതാകുന്നു. അതിനാൽ ഇന്ന് പ്രസിദ്ധമാർന്ന കുചേല ദിനമാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം ഏവരും ഭഗവാനെ അന്ന് കാണുവാൻ വന്ന സുധാമാവിന്റെ പോലെയല്ലേ? ഒരു കുചേലൻ തന്നെയല്ലേ? സർവ്വതും ഭഗവാന്റെ സ്വന്തമാണ്. നാം ഭഗവാനെ ഒന്ന് കാണുവാൻ മാത്രം ആഗ്രഹിക്കുന്ന ഭക്തരും നമ്മളിൽ പലരും പലപ്പോഴും പല ആഗ്രഹ സാഫല്യത്തിനായി ക്ഷേത്ര ദർശനം നടത്തുകയും എന്നാൽ ആ പുണ്യനടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മറന്ന് ഭഗവാനോടുള്ള സ്നേഹം മാത്രം മനസ്സിൽ നിറയും. തിരികെ ചിലപ്പോൾ വീടെത്താൻ നേരമാകും. നാം പറയേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ, മറന്നല്ലോ എന്ന് ചിന്തിക്കും. കുചേല ദിനത്തിൽ ഭഗവാന് അവിൽ സമർപ്പിക്കുന്നത് പരമദാനമായി നാം ഏവരും കരുതുന്നു. എന്നാൽ കുചേല ദിനം ഭഗവാന് അവിൽ നേദിക്കുവാൻ വേണ്ടിയുള്ള ദിനം മാത്രമല്ല, അതിലും വലിയൊരു സത്യം നാം തിരിച്ചറിയണം. നാം സ്നേഹപൂർവം പ്രേമഭക്തിയോടെ തിരിച്ചൊന്നും തന്നെ ആഗ്രഹിക്കാതെ ഇന്ന് എല്ലാ ദിവസവും ഭഗവാന് സമർപ്പണങ്ങൾ നടത്തണം. നമ്മെ തന്നെ ഭഗവാന് സമർപ്പിക്കുക. ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്ന കാര്യമാണ് ഈ ദിനത്തിൽ പ്രസക്തി. ആ കാര്യം നാം ഓർക്കേണ്ടതാകുന്നു. ഈ കാര്യം നാം ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്താൽ ഉറപ്പാണ് കുചേലനായ നമ്മെ ഭഗവാൻ കുബേരൻ ആക്കുക തന്നെ ചെയ്യും. ഇനി ഇന്നേ ദിവസം നാം അവിൽ സമർപ്പിക്കുകയും ചില അവിൽ നിവേദ്യം വീടുകളിൽ സമർപ്പിക്കുകയും എല്ലാം ചെയ്യുന്നതാകുന്നു. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ചാനലിൽ ലഭ്യമാണ്. ഇന്നേ ദിവസം ഒരു നമ്പർ എഴുതുന്നത് വളരെ വിശേഷം തന്നെയാകുന്നു. ഏതാണ് ഈ നമ്പർ എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ്. എന്നാൽ പ്രത്യേകിച്ചും കടബാധ്യതകൾ, ദുരിതങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പ്രത്യേകിച്ചും ഈ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ശുക്രഹോര സമയത്തെക്കുറിച്ചാകുന്നു. ശുക്രഗ്രഹത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് ശുക്രഹോര എന്ന് പറയുന്നത്. ഈ സമയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾ ചെയ്താലും അത് ഏറ്റവും ശുഭകരമായി ഭവിക്കുന്ന സമയമാകുന്നു. സമയമാണ് ആദ്യം പരാമർശിക്കുന്നത്. 12:17 മുതൽ 1:14 വരെയാണ് സമയം. അതായത് ഉച്ചയ്ക്ക് 12:17 മുതൽ 1:14 വരെയാണ് സമയം. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഈ സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടാകും. അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന സമയത്തും ചെയ്യാവുന്നതാകുന്നു. രാത്രി 7:01 മുതൽ 8:04 വരെയുള്ള സമയം. ഈ സമയവും ശുക്രഹോര സമയം തന്നെയാകുന്നു. ഈ സമയം ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഫലപ്രാപ്തി പെട്ടെന്ന് തന്നെ വന്നു ചേരും എന്നതാണ് വാസ്തവം. മറ്റ് സമയങ്ങളിൽ ചെയ്യരുത് എന്നല്ല പറയുന്നത്. ഈ സമയമാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് വന്നു ചേരുക. ശുഭകരമായ ചില വസ്തുക്കളുണ്ട്. അതിൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വസ്തുവാണ് ശംഖ്, നെയ്, അതേപോലെ മധുരം, കൃഷ്ണചിത്രം, പാൽ, പഞ്ചസാര, അരി, ഓടക്കുഴൽ എന്നിവ. ഈ വസ്തുക്കൾക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. ഇതിൽ ശംഖ് വീടുകളിലേക്ക് ഇന്നേ ദിവസം കൊണ്ടുവരികയാണ് എങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരും. നെയ് എന്ന വസ്തുവിന് വളരെയധികം പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. നെയ് വീടുകളിൽ കൊണ്ടുവരുന്നതും ഉത്തമമാണ്. മധുരം ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരികയും കുടുംബാംഗങ്ങൾ ഏവരും മധുരം സേവിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു.
കുട്ടികൾക്ക് ഇന്നേ ദിവസം മധുരം നൽകുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതി ലഭിക്കുവാൻ ഏറ്റവും വിശേഷം തന്നെയാകുന്നു. കൃഷ്ണചിത്രം ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുവാനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗം തന്നെയാകുന്നു. നിത്യവും വിളക്ക് തെളിയിച്ച് ഈ ചിത്രത്തിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇരട്ടി പോസിറ്റീവ് ഊർജമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. കൃഷ്ണചിത്രം സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം വീടുകളിലേക്ക് കൊണ്ടുവരിക. അതേപോലെ ഏവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് പാൽ. ഇന്നേ ദിവസം വീടുകളിലേക്ക് പാൽ കൊണ്ടുവരികയും ഭഗവാന് പാൽ ഇന്നേ ദിവസം സമർപ്പിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. കൂടാതെ പഞ്ചസാര ഇന്നേ ദിവസം വീടുകളിലേക്ക് കൊണ്ടുവരിക. അല്പം പഞ്ചസാരയായിരുന്നാൽ പോലും ഇന്നേ ദിവസം കൊണ്ടുവരികയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും. വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജം വന്ന് ചേരുന്നതിന് സഹായകരമാണ്. അരി കൊണ്ടുവരുന്നതും ശുഭകരമാകുന്നു. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടി അരി കൊണ്ടുവരുന്നതിലൂടെ ലഭിക്കും. കാരണം ലക്ഷ്മി ദേവിക്കും ഏറ്റവും വിശേഷപ്പെട്ട ഒരു വസ്തു തന്നെയാണ് അരി. ഓടക്കുഴൽ ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരുന്നത് പോലും ശുഭകരമാകുന്നു. അതേപോലെ മയിൽപ്പീലി, അതേപോലെ കുന്നിക്കുരു അല്ലെങ്കിൽ മഞ്ചാടിക്കുരു കൊണ്ടുവരാവുന്നതാണ്. ഈ വസ്തുക്കളിൽ പ്രധാനപ്പെട്ടതായ ശംഖ്, അതേപോലെ ശ്രീകൃഷ്ണ ചിത്രം, കൂടാതെ ഓടക്കുഴൽ, അതേപോലെ ഭഗവാന് മയിൽപ്പീലി, കൂടാതെ കുന്നിക്കുരു എന്നീ വസ്തുക്കൾ ഭഗവാന്റെ വിഗ്രഹത്തിനടുത്തായി വയ്ക്കുന്നത് ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമാകുന്നു. അതിനാൽ സാധിക്കുന്നവർ ഈ കാര്യം ഇപ്രകാരം ചെയ്യുക. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ, പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് തെളിയിക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നെയ്വിളക്കാണ് ഇന്നേ ദിവസം തെളിയിക്കേണ്ടത്. 5 തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ ഇന്നേ ദിവസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കൂടാതെ ഇന്നേ ദിവസം സുഗന്ധം നിറഞ്ഞ മഞ്ഞ പുഷ്പങ്ങൾ, മുല്ലപുഷ്പം അതായത് മുല്ലപ്പൂവ് ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു. ഇന്നേ ദിവസം മുല്ലപ്പൂമാല സ്ത്രീകൾ തലയിൽ ചൂടുന്നതും ഏറ്റവും വിശേഷമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അതായത് നാം ഇന്നേ ദിവസം ചെയ്യുന്ന ഈ ശുഭകരമായ ഫലങ്ങൾ എല്ലാം നശിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കണം. അതിൽ ആദ്യത്തേത് ഇന്നേ ദിവസം കുളിക്കാതിരിക്കരുത് എന്ന കാര്യമാകുന്നു. നിർബന്ധമായും ഇന്നേ ദിവസം 2 നേരം കുളിക്കണം. കൂടാതെ ഇന്നേ ദിവസം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം തീർച്ചയായും വീടും പരിസരവും വൃത്തിയായി ഇരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കൂടാതെ ഇന്നേ ദിവസം മത്സ്യം, മാംസം, ലഹരി എന്നീ കാര്യങ്ങൾ പൂർണ്ണമായും വർജിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. തീർച്ചയായും അത് ചെയ്യണം എന്ന കാര്യവും ഓർത്തിരിക്കുക. കൂടാതെ ഇന്നേ ദിവസം മനസ്സിലേക്ക് ദുഷ്ചിന്തകൾ കടന്ന് വരാൻ പാടുള്ളതല്ല. ഭഗവാനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഭഗവാന്റെ ചിന്ത മാത്രമേ ഇന്നേ ദിവസം മനസ്സിൽ നിറയുവാൻ പാടൂ. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ ഇരുന്ന് ഇപ്രകാരം നാമം ജപിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. മറ്റുള്ളവരോട് ദേഷ്യപ്പെടാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നതും നെഗറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ കാരണമാകും. കൂടാതെ ഇന്നേ ദിവസം അടുക്കളയിൽ കുളിച്ചതിന് ശേഷം കയറുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഇന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യവും തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് ഇന്നേ ദിവസം വീടുകളിൽ ചെയ്യാൻ പാടില്ലാത്തതായി പറയുന്നത്. അതേപോലെ ഇന്നേ ദിവസം മുഷിഞ്ഞ വസ്ത്രങ്ങളുണ്ട് എങ്കിൽ അവ തീർച്ചയായും കഴുകേണ്ടത് അനിവാര്യമാണ്. കൂട്ടിയിടാൻ പാടുള്ളതല്ല. ഇനി വിശേഷപ്പെട്ട ആ നമ്പറിനെ കുറിച്ചാണ് പറയുന്നത്. ശുക്രനുമായി ബന്ധപ്പെട്ട ഒരു നമ്പറാണ് ഇത്. ഈ നമ്പർ ഇന്നേ ദിവസം എഴുതുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രപ്രീതി വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ശുക്രന്റെ അനുഗ്രഹത്താൽ തീർച്ചയായും ഉയർച്ച വന്നു ചേരും. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൂടി ഇവർക്ക് ലഭിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം എപ്രകാരമാണ് ഈ നമ്പർ എഴുതേണ്ടത് എന്നുകൂടി മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പേപ്പർ ആകുന്നു. ഈ പേപ്പറിൽ മറ്റ് എഴുത്തുകളൊന്നും പാടുള്ളതല്ല. അത് പ്രത്യേകം ഓർക്കുക. അതിനുശേഷം ചുവന്ന കുങ്കുമത്തിൽ അല്ലെങ്കിൽ ചുവന്ന മഷിയിലാണ് എങ്കിലും എഴുതുക. പരമാവധി ചുവന്ന കുങ്കുമത്തിൽ തന്നെ എഴുതുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. എന്നാൽ ബ്ലാക്ക് നിറത്തിലുള്ള മഷി ഉപയോഗിച്ച് ഒരിക്കലും ഈ നമ്പർ എഴുതുവാൻ പാടുള്ളതല്ല.
ഇന്നേ ദിവസം രാത്രി 11:15 എന്ന അതിവിശേഷപ്പെട്ട സമയത്തിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ പരമാവധി എഴുതുവാൻ ശ്രമിക്കുക. 24 എന്ന നമ്പറാണ് എഴുതേണ്ടത്. 24 എന്ന നമ്പർ ഇന്നേ ദിവസം ഈ പേപ്പറിൽ എഴുതി പൂജാമുറിയിൽ ഭഗവാന്റെ മുൻപിലായി സമർപ്പിക്കുക. ഇന്നേ ദിവസം ഈ നമ്പർ എഴുതുന്നതിന് മുൻപ് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ, ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. സാധിക്കുന്നവർ 108 തവണ ജപിച്ചതിന് ശേഷം ഇപ്രകാരം ഈ നമ്പർ എഴുതുക. അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ 11 തവണ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം ഒരു തവണ 24 എന്ന് വലുതാക്കി ഈ പേപ്പറിൽ എഴുതി പൂജാമുറിയിൽ സമർപ്പിക്കുക. അടുത്ത ദിവസം ഈ പേപ്പർ എടുത്ത് പണം സൂക്ഷിക്കുന്ന ഇടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വൃത്തിയും അതേപോലെ ശുദ്ധിയും നിലനിർത്തുന്ന പേഴ്സിൽ വയ്ക്കുക. ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് അത് കാരണമാകും എന്ന കാര്യവും ഓർത്തിരിക്കുക.